തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, നമുക്ക് പലപ്പോഴും ഈ ദേവാലയങ്ങൾക്കുള്ളിൽ കിടക്കുന്ന അൾത്താര മാത്രമാണ് പരിചയമുള്ളത്. പക്ഷേ ഈശോ പറഞ്ഞു വെച്ചത് ആവശ്യക്കാരൻ്റെ, സ്നേഹം ആവശ്യമുള്ളവൻ്റെ, ക്ഷമ ആവശ്യമുള്ളവൻ്റെ ഹൃദയം അനുഗ്രഹത്തിൻ്റെ അൾത്താരയാണെന്നാണ്. നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ച് പോയി അവനുമായി രമ്യതപ്പെടുക. വളരെ പരിചിതമായ വചനമാണ്. എന്നർത്ഥം നീ ആദ്യം തൊട്ടുമുത്തേണ്ട അനുഗ്രഹത്തിൻ്റെ അൾത്താര നിൻ്റെ വീട്ടിലുണ്ട്, ചുറ്റുപാടുകളുണ്ട്. ഈ അൾത്താര തൊട്ടുമുത്താത്തവർക്കാർക്കും ദേവാലയത്തിലെ അൾത്താര തൊട്ടുമുത്താനാകില്ലെന്നായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ധൃതി പിടിച്ച് സ്ഥിരമായി പള്ളിയിൽ പോയിട്ടും നമ്മളൊന്നും കുർബാനയായി മാറാത്തത്, ഈശോയുടെ സ്നേഹം നിറയാത്തത്. അതുകൊണ്ടായിരിക്കും ഈശോയുടെ ഈ ഹൃദയം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏറെ കാലം കൂടെ ജീവിച്ചവർ പലരും വലിയ അടുപ്പത്തിലൊന്നും ആയിട്ടില്ല, ആത്മമിത്രങ്ങളുമായിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും സ്ഥിരം ബലിയർപ്പിച്ചിട്ടും കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടും ഈശോയുമായി വലിയ അടുപ്പത്തിലായില്ലെന്ന് പറയുന്നവരുണ്ട്. ബന്ധമുണ്ടാകുന്നത് ഒരുപാട് സമർപ്പണത്തിലാണ്, സ്നേഹത്തിലാണ്, ഹൃദയം പങ്കിട്ടിട്ടാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുങ്ങാം. ആത്മാർത്ഥമായി ആവശ്യക്കാരൻ്റെ ഹൃദയം അനുഗ്രഹത്തിൻ്റെ അൾത്താരയാണെന്ന് കണ്ട്, സ്നേഹം ആവശ്യമുള്ളവൻ്റെ, ക്ഷമ കൊടുക്കേണ്ടവൻ്റെ ഹൃദയം അനുഗ്രഹത്തിൻ്റെ അൾത്താരയാണെന്ന് തിരിച്ചറിഞ്ഞ് തൊട്ടുമുത്താൻ വൈകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.